നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോക്കൽ കമ്മിറ്റികൾക്ക് നിർദ്ദേശവുമായി CPM. സംഘടനാ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്നാണ് നിർദ്ദേശം. ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിൽ ലഭിച്ച വോട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗം വിളിച്ചിട്ടുണ്ടോ? കുടുംബശ്രീ അംഗങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണോ? ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് സർക്കുലറിൽ ഉള്ളത്. സൈഫ് സൈനുലാബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സൈഫ്, റിപ്പോർട്ട് നൽകണം. അപ്പോൾ താഴെ തട്ടിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെയാകണം ഇത്തരത്തിലൊരു ചോദ്യാവലി നൽകുന്നത്, അല്ലേ? അതെ, താഴെത്തട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലാ നേതൃത്വങ്ങളിൽ വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് MP ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ. അവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനിടെയാണ് ജില്ലാ നേതൃത്വങ്ങളുടെ ഭാഗത്ത് നിന്ന് കീഴ്ഘടകങ്ങളിലേക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയിരിക്കുന്നത്. 34 ഇന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ യോഗം വിളിച്ചിട്ടുണ്ടോ? കുടുംബശ്രീ അംഗങ്ങൾ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണോ? ന്യൂനപക്ഷം എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ നമുക്കൊപ്പം നിന്നു? എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആൾക്കാർ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 34 ഇന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി അത് ലോക്കൽ കമ്മിറ്റിയിലും അതിനുശേഷം ബ്രാഞ്ചിലും ചർച്ച ചെയ്ത് ജില്ലാ നേതൃത്വങ്ങൾക്ക് കൈമാറണം, ഏരിയ സെന്ററിന് കൈമാറണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശരി, സൈഫാണ് വിവരങ്ങൾ നൽകിയത്.